ഹരേ കൃഷ്ണ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണദ്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീമന്നാരായണീയം രണ്ടാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു. ഭഗവാന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിനെ ഏകാഗ്രമാക്കി ഉപാസനാമൂർത്തിയിൽ ഉറപ്പിക്കുന്ന രീതിയാണ് അംഗപ്രത്യംഗ വർണ്ണന. അതിൽ രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ആദ്യം വായിച്ചർത്ഥം പറയാം. കേയൂരാംഗത കങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗതഗദാ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. അതിൻ്റെ അർത്ഥം പറയുന്നത് വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പദം പിരിക്കുവാൻ എളുപ്പമുണ്ട്. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹുചതുഷ്ക സംഗതഗദാ ശങ്കാരി പങ്കേരുഹ. കേയൂരം, കേയൂരം എന്ന് പറഞ്ഞാൽ തോൾവള. അങ്കദം, കൈത്തണ്ടിൽ കെട്ടുന്ന ആഭരണമാണ് അങ്കദം. ഈ കങ്കണം, കങ്കണം എന്ന് പറഞ്ഞാൽ തോൾവള. ഉത്തമ മഹാരത്നാങ്കുലീയം, മഹാരത്നങ്ങൾ പതിച്ച വിരലിൽ അണിഞ്ഞിരിക്കുന്ന മോതിരത്തെയാണ് പറയുന്നത്. ഉത്തമ മഹാരത്നാങ്കുലീയം, ശ്രേഷ്ഠമായ മഹാരത്നങ്ങൾ പതിച്ച വിരൽ മോതിരം എന്നിവ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവയും ശ്രീമദ് ബാഹു, അതായത് മഹത്തായ ബാഹുക്കൾ, ഭഗവാന്റെ നീണ്ട കൈകൾ, 4 കൈകളിൽ ചേർന്നിരിക്കുന്ന ഗദ, ശംഖം, ചക്രം, താമര എന്നിവയുള്ളതും കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബനീം, കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീം, ഭഗവാന്റെ അരയിൽ അണിഞ്ഞിട്ടുള്ള അരഞ്ഞാണം കാഞ്ചന കാഞ്ചിയാൽ സ്വർണ്ണമയമായ അരഞ്ഞാണത്താൽ ലാഞ്ചിതമായി അടയാളപ്പെടുത്തിയതായി ലസിക്കുന്ന പീതാംബരത്തെ അണിഞ്ഞിട്ടുള്ളതും വിമലാംബുജദ്യുതിപദാം, വിമലമായ അംബുജത്തിൻ്റെ ശോഭയുള്ള പാദങ്ങളോട് കൂടിയതും കാഞ്ചിത്, അതെങ്ങനെയെന്ന് വർണ്ണിക്കുവാൻ സാധിക്കുന്നില്ല, അങ്ങനെ സാധിക്കാത്തതും ആയ തവ അവിടുത്തെ ആർത്തിച്ഛിതം മൂർത്തിം, ആർത്തികളെ നശിപ്പിക്കുന്ന മൂർത്തിയെ ആലംബേ ഞാൻ ആശ്രയിക്കുന്നു. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള അംഗപ്രത്യംഗ വർണ്ണന തുടരുകയാണ്. ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുമ്പോൾ ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി കാണുകയാണ്
ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ രൂപം. അവയിൽ ഓരോന്നിലും കേയൂരം, അങ്കദം, കങ്കണം എന്നീ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. കൈവിരലുകളിലെ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള മോതിരങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. 4 തൃക്കൈകൾ. ആ ഓരോ തൃക്കൈയിലും കൗമോദകി എന്ന ഗദയുണ്ട്. പാഞ്ചജന്യം എന്ന ശംഖ്, സുദർശനം എന്ന ചക്രം, താമര ഇവയൊക്കെ ധരിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ആ പീതാംബരം, ശോഭനമായിട്ടുള്ള പീതാംബരം അണിഞ്ഞിരിക്കുന്നു. ആ പീതാംബരത്തെ അരയുമായിട്ട് ബന്ധിക്കുന്ന കാഞ്ചനക്കാഞ്ചിയുടെ ദീപ്തി തെളിഞ്ഞു കാണാം. അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങൾ ചെന്താമരപ്പൂ പോലെ മനോഹരമായിട്ട് ചുമന്ന തൊടുത്ത, ആരുടെയും കണ്ണുകൾക്ക് ആകർഷകമായിട്ടുള്ള ആ തൃപ്പാദങ്ങൾ ഭഗവാനെ അതെങ്ങനെ വർണ്ണിക്കുവാനാകും? അവിടുത്തെ തൃപ്പാദത്തെ അടിയൻ ധ്യാനിക്കുന്നു. എല്ലാ ഭക്തരുടെ എല്ലാ ആർത്തികളെയും എല്ലാ ആഗ്രഹങ്ങളെയും തീർക്കുന്നതാണ് അവിടുത്തെ സ്വരൂപം. അങ്ങനെയുള്ള മൂർത്തിയെ അടിയൻ ധ്യാനിക്കുന്നു. ധ്യാനിക്കുമ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കി ആ ഭഗവാന്റെ ഓരോരോ ഭാഗങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുവാനായിട്ട് കഴിയണം. ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള പീലിത്തിരുമുടി, നെറ്റിത്തടം, കാരുണ്യാകുല നേത്രം, കാരുണ്യം കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, ഭഗവാന്റെ നാസിക, തൊണ്ടിപ്പഴം പോലെ ചുവന്നു തൊടുത്ത ചുണ്ടുകൾ, പുഞ്ചിരിക്കുമ്പോൾ കാണാകുന്ന മുല്ലപ്പൂമുട്ട് പോലുള്ള പല്ലുകൾ, ഭഗവാന്റെ കാതിലണിഞ്ഞിരിക്കുന്ന കുണ്ടലങ്ങൾ, കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന കൗസ്തുഭം എന്ന് പറയുന്ന രത്നം, മാറിലെ ശ്രീവത്സം എന്ന മറുക്, 4 തൃക്കൈകൾ, ആ കൈകളിൽ ശംഖ്, ചക്രം, ഗദ, പത്മം ധരിച്ചിരിക്കുന്നു. വിവിധതരം മാലകൾ അണിഞ്ഞിട്ടുണ്ട്. അരയിൽ മഞ്ഞപ്പട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പുറത്തുകൂടി കാണാവുന്ന അരഞ്ഞാണം. ഇങ്ങനെ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ധ്യാനിക്കുക. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നമുക്ക് ആ ഒരു രൂപത്തെ ഗുരുവിൻ്റെ പദവിയിൽ നിന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ആ പദവിയിലേക്ക് എത്തിക്കുകയാണ്. പെട്ടെന്നൊന്നും ഈ രൂപത്തെ മനസ്സിൽ ഉറപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിലും നിരന്തരമായിട്ടുള്ള പ്രയത്നം കൊണ്ട് കാലക്രമേണ മനസ്സിൽ ഈ രൂപത്തെ ഉറപ്പിക്കുവാനായിട്ട് സാധിക്കും. അതിന് പാകത്തിനാണ് ഈ ശ്ലോകങ്ങളിവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗതഗദാ ശങ്കാരി പങ്കേരുഹാം. തോൾവളകൾ, കൈത്തണ്ട് വളകൾ, കൈവളകൾ, ശ്രേഷ്ഠമായ രത്നങ്ങൾ പതിപ്പിച്ച മോതിരങ്ങൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ട 4 തൃക്കൈകളിൽ ചേർന്നിരിക്കുന്ന ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയോട് കൂടിയതും കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതല സത്പീതാംബരാലംബനീം പൊന്നരഞ്ഞാണത്താൽ അടയാളപ്പെടുത്തപ്പെട്ട മഞ്ഞപ്പട്ട് അണിഞ്ഞിട്ടുള്ളതും
നിർമ്മലമായ താമരപ്പൂവിൻ്റെ ശോഭയാർന്ന പാദങ്ങളോടുകൂടിയതും ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം ഭക്തരുടെ എല്ലാ ദുഃഖത്തെയും ഇല്ലാതാക്കുന്നതും വർണ്ണിക്കുവാൻ കഴിയാത്തതുമായിട്ടുള്ള അവിടുത്തെ രൂപത്തെ അടിയൻ ധ്യാനിക്കുന്നു. കേയോരാംഗത കങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിതലസത്പീതാംബരാലംബനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം. ഇനി വായിച്ച് പഠിക്കുവാൻ പാകത്തിന് വായിച്ചു തരാം. ഞാൻ വായിച്ച അല്പസമയം തരുന്നത് നിങ്ങൾക്ക് വായിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. കേയൂരാംഗത കങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത വായിച്ചു. കേയൂരാംഗത കങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാശങ്കാരി പങ്കേരുഹാം ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാശങ്കാരി പങ്കേരുഹാം സംഗതഗദ ശങ്ക അരി പങ്കേരുഹാം ഗദാശങ്കാരി പങ്കേരുഹാം ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാശങ്കാരി പങ്കേരുഹാം കേയൂരാംഗത കങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീം. കുറേ പ്രാവശ്യം കേൾക്കണം. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം. ആലംബേ വിമല അംബുജദ്യുതിപദാം മൂർത്തിം തവ ആർത്തിച്ചിതം. ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം. കേയൂരാംഗത കങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.